നോമ്പിന് ബിരിയാണിയും നെയ്ച്ചോറും മന്തിയൊക്കെ കഴിച്ചു മടുത്തോ? എങ്കിൽ നമുക്ക് ഈ ഒരു വെറൈറ്റി റൈസ് ഉണ്ടാക്കിയെടുത്താലോ? ചിക്കൻ ബുഖാരി റൈസ്. പേര് കേൾക്കുമ്പോൾ കുറച്ച് പാടാണെന്ന് തോന്നിയാലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ് കേട്ടോ. നല്ല സ്പൈസിയും സ്വീറ്റും ഒക്കെ ചേർന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇഫ്താർ റെസിപ്പീസ് എപ്പിസോഡ് 3. ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നൈസായിട്ട് അരിഞ്ഞ സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. സവാള ഒന്ന് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ബേ ലീഫ്, ഏലക്ക, ഗ്രാമ്പു അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരിയും ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിച്ചതും ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് മാറ്റിയിട്ട് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് ഞാൻ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് മുരിഞ്ഞു വന്നു കേട്ടോ. ഇനി നമുക്ക് അതേ കടായിൽ തന്നെ റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ബസുമതി റൈസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ്. പച്ചമുളക് ചേർത്ത് കൊടുക്കാം, തക്കാളിയും ചേർത്ത് കൊടുക്കും. ഒരു ഹാഫ് ലൈമും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ക്യാരറ്റും അതുപോലെ തന്നെ കിസ്മിസും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസിയും അതുപോലെ തന്നെ നല്ല സ്വീറ്റും ആയിട്ടുള്ള ബുഖാരി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.